പ്രൈസ് ദി ലോർഡ്. ദൈവത്തിൻ്റെ അതിപരിശുദ്ധ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. വൈറ്റ് ഷാഡോ മീഡിയയിലൂടെ എന്നെ ശ്രമിക്കുന്ന എല്ലാ ദൈവമക്കൾക്കും യേശു കർത്താവിൻ്റെ നാമത്തിലുള്ള സ്നേഹ വന്ദനങ്ങൾ പ്രാരംഭമായി അറിയിക്കുന്നു. ഇന്ന് നമ്മൾ ചിന്തിക്കുന്ന ഒരു ചെറിയ വിഷയം നമ്മുടെ അതിവിശുദ്ധ വിശ്വാസം എന്നുള്ളതാണ്. വിശുദ്ധ വേദപുസ്തകത്തിലെ യൂദായുടെ ലേഖനം അതിൻ്റെ 20-ാം വാക്യത്തിൽ ഇങ്ങനെ പറയുന്നു: പ്രിയമുള്ളവരെ, നിങ്ങളുടെ അതിവിശുദ്ധ വിശ്വാസത്തെ ആധാരമാക്കി നിങ്ങൾക്ക് തന്നെ ആത്മീക വർധനവ് വരുത്തിയും പരിശുദ്ധ ആത്മാവിൽ പ്രാർത്ഥിച്ചും വീഴാതെ വണ്ണം സൂക്ഷിച്ചു കൊള്ളുക എന്ന ഒരു മുന്നറിയിപ്പാണ് അവിടെ പറഞ്ഞിരിക്കുന്നത്. അതിവിശുദ്ധ വിശ്വാസം എന്ന വിഷയം ദൈവത്തിൽ അധിഷ്ഠിതമായി ദൈവത്തിങ്കിലേക്ക് നോക്കുന്ന കാര്യത്തിൽ പല ശ്രേണികളുണ്ട്. അല്പവിശ്വാസം, വിശ്വാസം, വലിയ വിശ്വാസം, അതിവിശുദ്ധ വിശ്വാസം. ഇതിന് നേരെ വിപരീതമായ എല്ലാത്തിൻ്റെയും ഓപ്പോസിറ്റ് ആയിട്ടുള്ള ഒറ്റപ്പദമുണ്ട്: അവിശ്വാസം. അവിശ്വാസമുള്ള ദുഷ്ടഹൃദയം എന്നാണ് വേദപുസ്തകം അതിനെ സംബോധന ചെയ്തിരിക്കുന്നത്. എന്നാൽ ഇവിടെ അതിവിശുദ്ധ വിശ്വാസത്തിലേക്ക് വരുമ്പോൾ അതിനെ എതിർപ്പെട്ട് നിൽക്കുന്ന, അതിനെ വെല്ലുവിളിക്കുന്ന, അതിനെ താഴത്തേക്ക് ആക്കിക്കളയുന്ന ചില അവസ്ഥകളും എതിർപ്പെട്ട് വന്നെന്ന് വരാം. യൂദായുടെ ലേഖനം 18-ാം വാക്യത്തിൽ ഇങ്ങനെ പറയുന്നു: അന്ത്യകാലത്ത് ഒരു കൂട്ടം എതിർപ്പെട്ട് വരികയാണ്. ഇത് സഭയോടുള്ള ബന്ധത്തിൽ വിശ്വാസികൾ എന്ന് പറയുന്നവരുടെ കൂട്ടത്തിൽ നിന്ന് വരുന്നതാണ്. പരിഹാസികൾ, ആത്മാവില്ലാത്തവർ, പ്രാകൃതർ, വ്യർത്ഥമായ ജഡമോഹമുള്ളവർ, അതിൽ ജീവിക്കുന്നവർ, ഇങ്ങനെയുള്ളവർ എതിരാളികളായി നിൽക്കുന്ന ഒരു കാലഘട്ടം, അതാണ് അന്ത്യകാലഘട്ടം. അത് വിശ്വാസികൾക്കും ദൈവമക്കൾക്കും എതിരെ നിൽക്കുമ്പോൾ അപ്പോഴാണ് മുന്നറിയിപ്പായിട്ട് പറയുന്നത് 20-ാം വാക്യം വീണ്ടും: പ്രിയമുള്ളവരെ, നിങ്ങളുടെ അതിവിശുദ്ധ വിശ്വാസത്തെ ആധാരമാക്കി നിങ്ങൾക്ക് തന്നെ ആത്മീക വർധനവ് വരുത്തി സൂക്ഷിക്കുക. സ്തോത്രം. ചിലപ്പോൾ നമുക്ക് ആത്മീക വർധനവ് വരുത്തേണ്ടത് നമ്മൾ തന്നെയാണ്. നമ്മളാണ് സൂക്ഷിക്കേണ്ടത്. പരിശുദ്ധ ആത്മാവിൽ പ്രാർത്ഥിക്കുക. പഴയ കാലഘട്ടത്തിലൊന്നും സഭയ്ക്കകത്ത് ഈ പരിഹാസികൾ എന്ന് പറയുന്ന പരിപാടി കുറവായിരുന്നു, വ്യക്തികൾ കുറവായിരുന്നു. മറ്റൊരാളെ ആത്മീക വർധന വരുത്തുന്ന വ്യക്തികളാണ് വിശ്വാസികൾ എന്ന് പറയുന്നത് തന്നെ. പ്രാകൃതർ എന്ന് പറയുന്ന ഒരു കൂട്ടം ഇതിനകത്ത് അന്ത്യകാലത്തിലാണ്. ആത്മാവില്ലാത്തവർ, ദൈവത്തിന്റെ പരിശുദ്ധ ആത്മാവിന്റെ കാഴ്ചപ്പാടുള്ളവരാണ് വിശ്വാസികൾ എന്ന് പറയുമ്പോൾ തന്നെ അതില്ലാത്തൊരു സകലതും വേണ്ട, ലോകം വേണ്ട, എനിക്കൊന്നും വേണ്ട, യേശുവിനെ മതി എന്ന് പറഞ്ഞ് ഇറങ്ങിയ കൂട്ടം ഭക്തിവിരുദ്ധ ജഡമോഹങ്ങളിൽ ആകൃഷ്ടരായിക്കൊണ്ടിരിക്കുന്നു. ഇത് നമ്മളെ അലോസരപ്പെടുത്തും, നമ്മളെ ബുദ്ധിമുട്ടിക്കും, നമ്മളെ ഒരുപക്ഷെ വിശ്വാസകോണത്തിൽ പിടിച്ചുലയ്ക്കും എന്ന് ദൈവത്തിന് അറിയാവുന്നത് കൊണ്ടാണ് അങ്ങനെ പറഞ്ഞിരിക്കുന്നത്: നിങ്ങളുടെ അതിവിശുദ്ധ വിശ്വാസത്തെ ആധാരമാക്കി സൂക്ഷിക്കുക. ഞാൻ എൻ്റെ പലപ്പോഴും പല ചിന്തകളിലൊക്കെ ഇതുപോലുള്ള വിഷയങ്ങൾ വരുമ്പോൾ മറ്റുള്ളവരെ ഉപദ്രവിക്കുന്ന, പറ്റിക്കുന്ന, ചതിക്കുന്ന, സഭയ്ക്കകത്തുള്ള അനാത്മികതകൾ ഒക്കെ കാണുമ്പോൾ എനിക്ക് അല്പം വിഷമമുള്ളത് കൊണ്ട് ചിലപ്പോഴൊക്കെ സോഷ്യൽ മീഡിയയിലൊക്കെ ചെറിയ ചിന്തകൾ എഴുതാൻ ഒക്കെ ശ്രമിക്കാറുണ്ട്. ചിലരുടെയൊക്കെ പോസ്റ്റുകൾ ഞാൻ ഷെയർ ചെയ്ത് അതിൻ്റെ മുകളിലും അതില്ലെങ്കിൽ അതിനോട് കമൻ്റ് ഒക്കെ ചെയ്യാറുണ്ട്. എന്നാൽ ദൈവത്തിന്റെ പരിശുദ്ധിയാത്മം വചനത്തിലൂടെ എന്നോട് പറഞ്ഞൊരു കാര്യമാണ്: ഇത് അന്ത്യകാലത്തിന്റെ ലക്ഷണമാണ്. നീ നിന്നെ തന്നെ ആത്മീക വർധന വരുത്തി അതിൽ വീണുപോകാതെ സൂക്ഷിക്കുക. നമ്മൾ ഇതിനെതിരെ പ്രതികരിക്കുമ്പോൾ സംഭവിക്കുന്നത്, ഒരു ഫലമുള്ള വൃക്ഷത്തിന്റെ ചുറ്റിലും ഇത്തിൽ കണ്ണി പടർന്നു കഴിഞ്ഞാൽ എങ്ങനെ ഇരിക്കും? രണ്ട് കാര്യം: ഒന്ന്, ആ വൃക്ഷത്തെയും ഫലത്തെയും കാണില്ല, ഇത്തിൽ കണ്ണി ഇങ്ങനെ മൂടി നിറഞ്ഞിരിക്കും. രണ്ട്, ആ വൃക്ഷം ഉണങ്ങാനുള്ള സാധ്യതയും കൂടുതലാണ്, പാരസൈറ്റ്സ്. അതുകൊണ്ട് നമുക്ക് ആത്മീക വർധന വരുത്തി നമ്മൾ വീഴാതെ സൂക്ഷിക്കുക. വീഴാതെ വണ്ണം തന്റെ മഹിമാസന്നിധിയിൽ കളങ്കമില്ലാത്തവരായി നിർത്തുന്ന യേശു കർത്താവിനെ മുറുകെ പിടിക്കുക. അതാണ് ദൈവത്തിന്റെ വചനം പഠിപ്പിക്കുന്നത്. യേശു കർത്താവ് പറഞ്ഞൊരു കാര്യം, അല്ലെങ്കിൽ എന്നെ ചിന്തിപ്പിച്ചൊരു ഭാഗം: യേശു കർത്താവ് ഈ ലോകത്തിൽ വന്നത് മാനവജാതിയുടെ പാപത്തിന് പരിഹാരത്തിനായി മരിക്കുവാനുള്ള ഉദ്ദേശത്തോടെ തന്നെയാണ് വന്നത്. എന്നാൽ അവിടെ താൻ തെരഞ്ഞെടുത്തൊരു ശിഷ്യൻ തനിക്കെതിരെ എതിർപ്പെട്ട് യൂദാസ് തന്നെ ഒറ്റിക്കൊടുത്തു. പകരം എന്ത് സംഭവിച്ചു? യൂദാസ് ഒറ്റിക്കൊടുത്തില്ലെങ്കിലും കാണിച്ചു കൊടുത്തില്ലെങ്കിലും കർത്താവ് ക്രൂശ് മരണം മരിക്കാൻ തന്നെയാണ് വന്നത്. അത് സംഭവിക്കും. എന്നാൽ ഇടയ്ക്ക് കയറി എതിർപ്പെട്ടത് കൊണ്ട്
കർത്താവിനെ ക്രൂശിക്കുന്നതിന് മുൻപേ യൂദാസിന് സ്വയം ജീവിതം അവസാനിപ്പിക്കേണ്ടതായിട്ട് വന്നു. തന്റെ ജീവിതം ഒരു ദുരന്ത പര്യവസാനമായി എന്നാണ് കാണുന്നത്. സങ്കീർത്തനക്കാരിക്ക് ദാവീദിനെതിരെ പലപ്പോഴായി ആക്രമണം നടത്തിയ ശൗൽ ഒന്നാമത്തെ രാജാവ് തന്റെ വാളിന്മേൽ താൻ തന്നെ വീണു എന്നാണ് പറയുന്നത്. ഇതാണ് സംഭവിക്കുന്ന അവസ്ഥ. അപ്പോൾ ദൈവത്തിനെതിരെ, ദൈവമക്കൾക്കെതിരെ, അതിവിശുദ്ധ വിശ്വാസത്തിൽ നിൽക്കുന്നവർക്കെതിരെ പ്രവർത്തിക്കുന്ന വ്യക്തികൾ ആരാണെങ്കിലും, അത് വിശ്വാസികളായാലും എതിർപ്പെട്ട് നിൽക്കുന്നവരായാലും, പരിഹാസികൾ, ആത്മാവില്ലാത്തവർ, പ്രാകൃതർ, ഭക്തിവിരുദ്ധ മോഹങ്ങളിൽ വസിക്കുന്നവർ എതിർപ്പെടുമ്പോൾ വിശ്വാസികളായിരിക്കും ദൈവമക്കൾ അതിനെതിരെ പ്രതികരിക്കുകയല്ല വേണ്ടത്. നമുക്ക് തന്നെ ആത്മീക വർധന വരുത്തി സൂക്ഷിക്കുന്നുവെങ്കിൽ യൂദയ്ക്ക് പറ്റിയതുപോലെ കർത്താവിന് ഒറ്റിക്കൊടുത്തു, കാണിച്ചു കൊടുത്തു. പക്ഷേ കർത്താവിന്റെ ആഗമന ഉദ്ദേശം പൂർത്തീകരിക്കുന്ന മുൻപേ തന്നെ തന്റെ ജീവിതം ദുരന്ത പര്യവസാനമായി. നന്നായി എന്ന് പറയുന്നവർ തങ്ങളുടെ നാണനിമിത്തം ലജ്ജിച്ചു പോവുകയും ദുരന്ത പര്യവസാനത്തിലേക്ക് ആയിത്തീരുകയും ചെയ്യുമെന്ന് വേദപുസ്തകം ശക്തമായി തന്നെ പഠിപ്പിക്കുന്നു. അതുകൊണ്ട് എന്നെ കേൾക്കുന്ന ദൈവമക്കളെ, നമ്മുടെ ജീവിതത്തിൽ നാം വിശ്വാസത്തിലേക്ക് വർദ്ധിച്ച് പടിപടിയായി, അല്പവിശ്വാസത്തിൽ നിന്ന് വിശ്വാസത്തിലേക്ക്, അവിടുന്ന് വലിയ വിശ്വാസത്തിലേക്ക്, അവിടുന്ന് അതിവിശുദ്ധ വിശ്വാസത്തിലേക്ക് വർദ്ധിച്ചു വളർന്നു വരാൻ ശ്രമിക്കുമ്പോൾ എതിരെ നിൽക്കുന്ന വിഷയങ്ങളോ വ്യക്തികളോ സാഹചര്യങ്ങളോ ഓർത്ത് ഭാരപ്പെടുകയല്ല. നമ്മളെ തന്നെ സൂക്ഷിച്ച് ആത്മീക വർധന വരുത്തി മുന്നേറുമ്പോൾ അതിനെതിരെയുള്ള വിഷയങ്ങളെ ദൈവം കൈകാര്യം ചെയ്യുന്നു എന്നോർത്ത് ആത്മീകമായി വർധന വരുത്തിക്കൊണ്ട് ജീവിപ്പാൻ, നമുക്ക് തന്നെ ആത്മീക വർധന നമ്മൾ വരുത്തുവാനാണ് വേദപുസ്തകം പറയുന്നത്. നമുക്ക് തന്നെ ആത്മീക വർധന വരുത്തിക്കൊണ്ട് ദൈവത്തിന്റെ പദ്ധതിക്ക് ഒത്തവണ്ണം പ്രാവർത്തിക തലത്തിൽ ആയിത്തീരുവാൻ ദൈവമായ കർത്താവ് ശക്തീകരിക്കുകയും സഹായിക്കുകയും ചെയ്യട്ടെ എന്ന് ആശംസിക്കുകയും ആഗ്രഹിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്തുകൊണ്ട് ചെറിയ ചിന്തയിൽ ഒരുമിക്കുന്നു ഈ വചനങ്ങൾ. ദൈവം അനുഗ്രഹിക്കട്ടെ. ആമേൻ. പ്രൈസ് ഗോഡ്.